കിഫ്ബിക്കെതിരെ കുറ്റപത്രവുമായി UDF സർക്കാരിന്റെ ധവളപത്രം. കിഫ്ബി നികുതി വരുമാനം ചോർത്തിയെന്നും ധനപ്രതിസന്ധി രൂക്ഷമാക്കിയെന്നുമാണ് ധവളപത്രത്തിൽ വിമർശനം. സമാന്തര സാമ്പത്തികാധികാര കേന്ദ്രമായി മാറിയ കിഫ്ബിയുടെ വായ്പാ ബാധ്യത 21,000 കോടി രൂപയാണെന്നും ആകെ കിഫ്ബി പദ്ധതിയുടെ 20% കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമാണെന്നും ധവളപത്രം പറയുന്നു. ഗുരുതരമായ വിമർശനങ്ങളാണ് കിഫ്ബിക്കെതിരെ ധവളപത്രം ഉയർത്തുന്നത്. നികുതി വരുമാനം ചോർത്തി ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന് കിഫ്ബിയാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതികൾ അനുവദിച്ചതിൽ പക്ഷപാതിത്വം കാണിച്ചെന്നാണ് കണക്കുകൾ നിരത്തി ധവളപത്രം പറയുന്നത്. ഇന്ധന സെസ് പൂർണ്ണമായും നൽകുന്നത് കിഫ്ബിക്കാണ്. മോട്ടോർ വാഹന നികുതിയുടെ 50% കിഫ്ബിക്ക് നൽകുന്നു. ഇത് രണ്ടും തെറ്റാണെന്നാണ് ധവളപത്രം പറയുന്നത്. കിഫ്ബിയെ ബജറ്റിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നാണ് പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. കിഫ്ബിയെ CAG ഓഡിറ്റിന് വിധേയമാക്കണം. എങ്ങനെ കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സർക്കാർ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്നും ധവളപത്രം പറയുന്നു. കിഫ്ബി CEO KM അബ്രഹാമിന് ബിസിനസ് റൂൾസിന് വിരുദ്ധമായി പദവി നൽകിയെന്ന വിമർശനവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.